ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ഈ FAQനെ ഞാൻ മെയിനായിട്ട് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന്, ഇൻപുട്ട് ടാക്സ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ. അതിൻ്റെ അകത്ത് പലരുടെയും ഡൗട്ടാണ്, സാർ ഇൻഎലിജിബിൾ ITC ഉണ്ട്, ITC റിവേഴ്സലുണ്ട്, അതെങ്ങനെ ആനുവൽ റിട്ടേൺ ഡിസ്ക്ലോസ് ചെയ്യും, ഏത് ടേബിളിൽ. അതിനുശേഷം ITC നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, നമ്മൾ ക്ലെയിം ചെയ്യാത്ത ITC ഉണ്ടെങ്കിൽ ആ ITC എവിടെ എന്ത് ചെയ്യും. 2023 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തില്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും. ITC നിങ്ങൾക്കറിയാം റിവേഴ്സ് ചെയ്യണം ചില സിറ്റുവേഷനിൽ. ആ സിറ്റുവേഷനുകളിൽ നമ്മൾ റീക്ലെയിം ചെയ്തു അല്ലെങ്കിൽ റീക്ലെയിം ചെയ്യാനുണ്ട്, അതിൻ്റെ ഡിസ്ക്ലോഷർ എങ്ങനെയാണ്. റെയർ ആയിട്ടുള്ള സിനാരിയോയിൽ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തു, അത് 2Aയിലും വന്നു, 3Bയിലും റിഫ്ലക്റ്റ് ആയി, 2Bയിലും റിഫ്ലക്റ്റ് ആയി. പക്ഷേ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തെ ടേബിൾ 8 അത് ഓട്ടോ ഡ്രാഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നില്ല, എന്ത് ചെയ്യും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടാണ്. മെയിനായിട്ട് 3 കാര്യങ്ങൾ. ടേൺ ഓവർ നമ്മൾ 2022-23 ഫിനാൻഷ്യൽ ഇയർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, റൈറ്റ്, എന്ത് ചെയ്യും. അതല്ല, നെക്സ്റ്റ് നമ്മൾ 2022-23 ഡിസ്ക്ലോസ് ചെയ്ത ടേൺ ഓവർ നെക്സ്റ്റ് ഇയറിൽ അമെൻഡ് ചെയ്തു, അതിൻ്റെ ഇമ്പാക്ട്. കറണ്ട് ഇയർ റിവേഴ്സ് ചാർജ് മെക്കാനിസം RCയുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടാണ്. അത് നമ്മൾ നെക്സ്റ്റ് ഇയറിലാണ് പേ ചെയ്തെങ്കിൽ ഏത് ടേബിളിൽ നമ്മൾ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും. മൂന്നാമത്തെ ഏരിയ ഓഫ് അവർ ഡിസ്കഷനാണ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ചില കോളങ്ങൾ മാൻഡേറ്ററി അല്ല, ഇറ്റ് ഈസ് ഓപ്ഷണലാണ്. ഗവൺമെന്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് എ പ്രസ് റിലീസ് ഇൻ 2019. ആ പ്രസ് റിലീസ് അനുസരിച്ച് ചില കോളങ്ങൾ മാൻഡേറ്ററി അല്ല, അപ്പോൾ അതെന്തിനു നമ്മൾ ഫില്ല് ചെയ്യുന്നു. സോ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ടോപ്പിക്കായിട്ട് കുറേ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ലേറ്റ് ഫീസ് എങ്ങനെയാണ്, ഒരു കോമ്പോസിഷൻ ഡീലർ ആനുവൽ റിട്ടേൺ ഫയലിംഗ് എങ്ങനെയാണ്, കോമ്പോസിഷൻ ടു റെഗുലർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, ആനുവൽ റിട്ടേണിൻ്റെ ലേറ്റ് ഫീസ് എങ്ങനെയാണ്. അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനുവൽ റിട്ടേണിൻ്റെ ഫ്രെയിം വർക്ക് അല്ലെ GST എങ്ങനെയാണ് ഇത് ഫ്രെയിം ചെയ്തേക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ വേണം. അപ്പം താഴെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, GSTR 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ക്ലോഷർ റിട്ടേൺ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാനോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനോ GSTR 9 അനുസരിച്ച് പറ്റത്തില്ല. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്. അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടേബിൾ 4 ഓഫ് GSTR 9 അല്ലെ ടേബിൾ 5 ഓഫ് GSTR 9, അത് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ ഡീറ്റെയിൽ GSTR 1 നിന്നാണ് ഓട്ടോ ഡ്രാഫ്റ്റ് ആയിട്ട് വരുന്നത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ടാക്സ് പെയ്ഡ് ടേബിൾ 9ഉം ITC റിലേറ്റഡ് ടേബിൾസ് ഉണ്ട്, ടേബിൾ 6, 7 and 8. ഈ പറയുന്ന ടേബിളുകൾ വന്നേക്കുന്നത് 3B റിട്ടേണിൽ നിന്നാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഓട്ടോ പോപ്പുലർ ആയിട്ട് GSTR 9 വരുന്നത് GSTR 3B ഫോർ ദി ഇയർ ആണ്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, 2022-23 സമ്മറിയാണ് GSTR 9 വരുന്നത്. 2022-23 ഏതെങ്കിലും ടേൺ ഓവർ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഡിസ്ക്ലോസ് ചെയ്യാണ് അല്ലെ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ആനുവൽ റിട്ടേണിൽ ക്യാപ്ചർ ചെയ്യില്ല, കാരണം അത് ഡിഫറെന്റ് ഫിനാൻഷ്യൽ ആയതുകൊണ്ട്. അപ്പൊ ഇത്രയും ഒരു ബേസിക് ഫ്രെയിം വർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല ഡൗട്ടും ക്ലിയർ ആവും. അപ്പൊ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ കോളങ്ങളല്ല കോൺസെപ്റ്റ് ആണ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ റിട്ടേൺ ഫയലിംഗ് ഈസി ആയിരിക്കും. അതല്ല നിങ്ങൾ കോളം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ബോറിംഗ്. ഐ വിൽ ഷോ യു ദി ഫസ്റ്റ് എക്സാമ്പിൾ ഇറ്റ്സെൽഫ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ITC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഏറ്റവും ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേബിളുകൾക്കാണ്. വെയർ ടു ഡിസ്ക്ലോസ് ഇൻഎലിജിബിൾ ITC. നമുക്കറിയാം സെക്ഷൻ 17(5) അനുസരിച്ച് ഇൻഎലിജിബിൾ ITC ഉണ്ടെങ്കിൽ അത് GSTR 9 ഏത് കോളത്തിൽ ഡിസ്ക്ലോസ് ചെയ്യും. ഐ വിൽ ഗിവ് യു എ കേസ് സെനാരിയോ. ഐ ഹാവ് എ ക്ലൈന്റ്, അവരുടെ ടോട്ടൽ ITC
roughly 6,80,000 CGST. Same SGST. Forget SGST portion. Simple understanding will take only CGST. He has purchased a car. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു 2022-23 ഒരു കാർ പർച്ചേസ് ചെയ്തു. മോട്ടോർ കാറിന് സെക്ഷൻ 17(5) അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ അല്ല. അപ്പം മോട്ടോർ കാറിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,44,000. അപ്പൊ 680 244 കുറച്ച് കഴിഞ്ഞാൽ എലിജിബിൾ ITC ഫോർ ഹിം എന്ന് പറഞ്ഞാൽ 4,36,000 ആണ്. ഈ പറയുന്ന ഇൻഎലിജിബിൾ ITC സെക്ഷൻ 17(5) എവിടെ ഡിസ്ക്ലോസ് ചെയ്യും? നമ്പർ 1 ക്വസ്റ്റ്യൻ. ഐ ജസ്റ്റ് ടേക്ക് യു ത്രൂ ദ ടേബിൾസ്. ഇത് GSTR 9 ടേബിൾ 6 ആണ്. ടേബിൾ 6 ITC ടേബിൾ ആണ്. അതിൽ 6A ഉണ്ട്. ഈ 6A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നതെന്നറിയാമോ? GSTR 3Bയിലെ ഓൾ ITC എന്ന് വരുന്നതാണ്. 3B നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 4 പാർട്ടുണ്ട്. A, B, C, D. A എന്ന് പറയുന്നത് ഓൾ ITC, B പോർഷൻ ആണ് റിവേഴ്സൽ, ദെൻ നെറ്റ് ITC, ലാസ്റ്റ് സം ഡിസ്ക്ലോഷേഴ്സ്. അപ്പം ഓൾ അതർ ITC ആണ് ഈ ടേബിൾ 6A ഓട്ടോ ഡ്രാഫ്റ്റ് ആയിട്ട് വരുന്നത് 3B എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് അവൈൽ ചെയ്തതിനനുസരിച്ച് എത്രയുണ്ട് ഇൻപുട്ട്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യാം. ക്ലിയർ? ദെൻ അടുത്തൊരു കോളം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടേബിൾ 7 ഓഫ് GSTR 9 ആണ്. ITC റിലേറ്റഡ് റിവേഴ്സൽസ് ആണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ റിവേഴ്സൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഎലിജിബിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ടേബിൾ 7. ഇഫ് യു റീഡ് ത്രൂ ദ ടേബിൾ, E എന്ന് പറയുന്ന ടേബിൾ നോക്കി എന്താ പറയുന്നത്? ആസ് പെർ സെക്ഷൻ 17(5). അപ്പോൾ ആൾക്കാരുടെ ഡൗട്ട് ഇത് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. ഐ എം നോട്ട് ഗിവിംഗ് എൻ ആൻസർ, ഗിവ് എൻ ആൻസർ, ഡോണ്ട് വറി. ദെൻ അടുത്തൊരു റെലവെന്റ് ആയിട്ടുള്ള ടേബിൾ ആണ് GSTR 9 ടേബിൾ 8. ടേബിൾ 8 എന്താണ് ചെയ്യുന്നത്? 2Aയിൽ നിന്നുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യാണ് 8A എന്ന് പറയുന്ന ടേബിളിൽ. ITC ആസ് പെർ 2A. It will come here. Look at this, 6,80,000 CGST. That is what I said. Forget about the rounding of and other figure. Understand the concept. SGST also 6,84,000. When you see here, there is another column called E. ITC available but ineligible. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട്, സർ ടേബിൾ 7 കാണിക്കുമോ അതോ ടേബിൾ 8 കാണിക്കുമോ? അത് രണ്ടിടത്തും കാണിക്കണം. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോളം അല്ല പഠിക്കേണ്ടത്, കോൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്. അത് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ 3B റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്നതെന്ന് അറിയണം. അപ്പോൾ GSTR 9 വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് ആനുവലി ബേസ്ഡ് നിങ്ങൾ ഫയൽ ചെയ്ത 1ഉം 3Bയും ഡൗൺലോഡ് ചെയ്യാം. പ്ലീസ് ഡൗൺലോഡ് 3B. ഇയർലി 3B ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇയർലി 3B ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ടേബിൾ 4 വരും. ഞാൻ പറഞ്ഞായിരുന്നു ടേബിൾ 4 ആണ് എലിജിബിൾ ITCയെ കുറിച്ച് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. A, B, C, D. ഇതാണ് ഞാൻ പറഞ്ഞത്. GSTR 3Bക്ക് 4 കോളങ്ങളുണ്ടെന്ന് പറഞ്ഞ് 3B റിട്ടേൺ ആണ് ഞാൻ പ്രതിപാദിക്കുന്നത്. A എന്ന് പറയുന്ന ടേബിൾ എലിജിബിൾ ആയിട്ടുള്ള ITCകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾ ITC വരും. നമ്മൾ നോർമലി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ലുക്ക് അറ്റ് ദ CGST പോർഷൻ. നിങ്ങൾ CGST മാത്രം നോക്കുക. ഇവരെത്രയാണ് ക്ലെയിം ചെയ്തത്? 4,36,000 ആണ് ITC ക്ലെയിം ചെയ്തത്. നമ്മൾ ഇച്ചിരി മുമ്പ് ഉണ്ടായിരുന്നു 2Aയിൽ എത്രയുണ്ട്? 6,80,000 ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. 6,84,000 ഉണ്ട്. പക്ഷെ അവർ എത്രയേ ക്ലെയിം ചെയ്തിട്ടുള്ളൂ? 4,36,000 ക്ലെയിം ചെയ്തിട്ടുള്ളൂ. ക്ലിയർ? ITC റിവേഴ്സൽ. B എന്ന് പറയുന്ന ടേബിളാണ് ITC റിവേഴ്സ് ചെയ്യുക. അതായത് നിങ്ങൾ ക്ലെയിം ചെയ്ത ITCയിൽ ഏതെങ്കിലും റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണിക്കുക. ദേ ആർ നോട്ട് റിവേഴ്സ്ഡ് എനിത്തിങ്. അവരുടെ നെറ്റ് ITC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4,36,000. D എന്ന് പറയുന്ന കോളം നിങ്ങൾക്കറിയാം, അത് ചുമ്മാ ഡിസ്ക്ലോസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ആ ഡിസ്ക്ലോസ് ചെയ്യുന്ന എമൗണ്ടുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇമ്പാക്ട് ചെയ്യില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഈ A ആൻഡ് B ടേബിൾ ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് ലെഡ്ജർ 436 ആയി, നത്തിങ് ഹാസ് ബീൻ റിവേഴ്സ്ഡ്. നിങ്ങളുടെ നെറ്റ് ITC എന്ന് പറയുന്നത് 4,36,000 ആണ്. ഈ 436 ആയിരിക്കും ടേബിൾ 6ൽ വരുന്നത്. ഇൻഎലിജിബിൾ ITC ആയിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഹാസ് ബീൻ ഡിസ്ക്ലോസ് ആസ് പെർ സെക്ഷൻ 17(5). ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം, ബട്ട് ദേ ആർ ഡിസ്ക്ലോസ് ഹിയർ 244. അപ്പം
എന്താണ് അവർ ചെയ്തതെന്നറിയാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനുവരി 2023 മുമ്പ് വരെ ആൾക്കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. അവർക്ക് ഇപ്പോൾ 6,80,000 ടോട്ടൽ ITC ഉണ്ട്, 2,40,000 ഇൻഎലിജിബിൾ ITC ആണ്. നെറ്റ് ITC എന്ന് പറഞ്ഞാൽ 4,80,000 അല്ലെ, നെറ്റ് ITC 4 lakh സംതിങ് ഉണ്ടെന്ന് വെച്ചു, 4,36,000. അപ്പം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഈ ഓൾ അതർ ITC നമ്മുടെ എലിജിബിൾ ITC മാത്രമേ കാണിക്കുള്ളായിരുന്നു. ക്ലിയർ ആണ്? എന്നിട്ട് റിവേഴ്സൽ ചെയ്യില്ല, കാരണം നമ്മൾ ആ ITC എടുത്തിട്ടില്ല. ITC എടുത്താൽ റിവേഴ്സ് ചെയ്താൽ മതി. പിന്നെ ആ ഇൻഎലിജിബിൾ ഇവിടെ ചുമ്മാ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യും. അതിനൊരു ഇമ്പാക്റ്റും കാര്യമായിട്ട് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരത്തില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്കറിയാം, ജനുവരി മാസം തൊട്ട് നിങ്ങൾ ഫയൽ ചെയ്യുന്ന 3B റിട്ടേണിൽ ഗ്രോസ് ITC ക്ലെയിം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ITC പെർമനന്റും ടെമ്പററി റിവേഴ്സൽസ് ഉണ്ട്. അപ്പോൾ ഓൾ അതർ ITC എന്ത് ചെയ്യണം, ഈ കോളത്തിൽ 17,5 കൂടി ഇൻക്ലൂഡ് ചെയ്തു. അതർ ITC ടെമ്പററി റിവേഴ്സലാണ്. അപ്പൊ ഗ്രോസ് ITC വരും, അതിനുശേഷം റിവേഴ്സൽ കാണിക്കണം. അപ്പൊ നമ്മുടെ 2022-23 ഫിനാൻഷ്യൽ ചെയ്യുമ്പോൾ കുറച്ച് പീരീഡിൽ നെറ്റ് ITCയും കുറച്ച് പീരീഡിൽ ഗ്രോസ് ITC ആണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നും വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ദിസ് വാട്ട് ഐ വിൽ ഷോ യു. ടേബിൾ 6A GSTR 9 4,36,000 വന്നിട്ടുള്ളൂ. അതായത് നെറ്റ് ITC വന്നിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഇൻഎലിജിബിൾ ITC ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ബ്രേക്ക് ചെയ്യുക, 436 ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ മാറ്റി കാണിക്കുക. ടേബിൾ 7 ഡോണ്ട് ഡു എനിത്തിങ്. ഈ റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്നത് തെറ്റാണ്. ഡോണ്ട് ഡു ദിസ് ഇസ് റോങ്. കാരണം ഇഫ് യു ഷോ ഷെഡ്യൂൾ 7 സെക്ഷൻ 17(5) അനുസരിച്ചുള്ള ഇൻഎലിജിബിൾ ITC കാണിച്ച അതിന്റെ അർത്ഥം എന്നാ, നിങ്ങൾ ഗ്രോസ് എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഈ എമൗണ്ട് ഇവിടെ കാണിച്ചാൽ മതി. ഈ പറയുന്ന കേസിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്ന അല്ലെ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഇറ്റ്സ് റോങ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോളം 7J ആണ്. നിങ്ങളുടെ നെറ്റ് ITC അവൈലബിൾ എന്ന് പറയുന്നത് ഈ കോളം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ എന്നെ സംഭവിച്ചു, 4,36,000 2,44,000 കുറഞ്ഞു. അപ്പൊ 1,92,000 ആയി. അപ്പൊ നിങ്ങളുടെ ITC വീണ്ടും കുറഞ്ഞു, അതായത് 2 പ്രാവശ്യം കുറഞ്ഞു. നെറ്റ് ITC നിങ്ങൾ വീണ്ടും ഇൻഎലിജിബിൾ ITC കുറയ്ക്കുകയാണ് ഇത്, വിച്ച് ഇസ് റോങ്. ഗ്രോസ് ITC ആയിരുന്നു നിങ്ങൾ ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ റെഡ്യൂസ്. ബട്ട് നത്തിങ് ഷുഡ് ബി ഡൺ ഹിയർ. ടേബിൾ 7 ഒന്നും ചെയ്യണ്ട. കമ്മിങ് ടു ടേബിൾ നമ്പർ 9. ടേബിൾ നമ്പർ 9 എന്ത് ചെയ്യണം? ടേബിൾ നമ്പർ 9 ഗ്രോസ് ITC 2A എന്ന് വരും, 6,80,000. 436 ആണ് 3B എടുത്തിട്ടുള്ളത്, അത് വരും. ഡിഫറൻസ് വരും. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 2A കുറവാണ് ITC നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. 2,40,000 ഹൗ മച്ച് എമൗണ്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യും. ആരാണ് ഇതൊക്കെ പറയുന്നത്? റൈറ്റ്. ഇഫ് യു വാണ്ട് ടു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഒരു ടെക്നിക്കൽ ഗൈഡ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ആ ടെക്നിക്കൽ ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദിസ് ഹാസ് ടു ഡൺ. വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഐ റിവൈസ് ഇറ്റ് അഗെയിൻ. നിങ്ങൾ നെറ്റ് ITC ആണ് 3B റിട്ടേണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 17 അനുസരിച്ചുള്ള ഇൻഎലിജിബിൾ ITC അവിടെ വരുന്നില്ല. അപ്പൊ ടേബിൾ 7 അതിന്റെ റിവേഴ്സലിന്റെ ആവശ്യമില്ല. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2022-23 സാമ്പത്തിക വർഷത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തില്ല, എന്ത് ചെയ്യും? ഈ പറയുന്ന ടേബിൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 3 സിനാരിയോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ഈസ് ഹയർ ദാൻ ഇൻവേർഡ് രജിസ്റ്റേർഡ്. അതായത് നമ്മൾ ക്ലെയിം ചെയ്തേക്കുന്ന ITC കൂടുതലാണ് കറണ്ട് ഇയർ ആയിട്ട് നോക്കുമ്പോൾ. അപൂർവം കേസുകളിൽ വരാം. അപ്പൊ എന്ത് ചെയ്യണം? ആ ITC നെക്സ്റ്റ് ഇയറിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം, ഓർ കറണ്ട് ഇയറിൽ റിവേഴ്സ് ചെയ്യാം. നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ റിവേഴ്സ് ചെയ്തേക്കുന്നതെങ്കിൽ ടേബിൾ 12 ഡിസ്ക്ലോസ് ചെയ്യണം. ഇതുവരെ റിവേഴ്സ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണം? ടേബിൾ 7 കാണിക്കുക. കറണ്ട് ഇയർ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടേബിൾ 7 ഓട്ടോമാറ്റിക്കലി വരത്തില്ല, ടേബിൾ 7 കാണിക്കുക. ഇതുവരെ റിവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ടേബിൾ 7 കാണിക്കുകയും അതെങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ 3B റിട്ടേൺ എടുത്തു കഴിയുമ്പോൾ ഇച്ചിരി മുമ്പ് ഞാൻ കാണിച്ചല്ലോ, അതിൻ്റെ അത് B എന്ന് പറയുന്ന പോർഷനിൽ ഒരു വർഷം നിങ്ങൾ റിവേഴ്സ് ചെയ്തേക്കുന്ന ITC എത്രയാണെന്ന് അറിയാം. അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. 10,000 രൂപ
പക്ഷെ നിങ്ങൾ ആനുവൽ റിട്ടേൺ 20,000 രൂപ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആക്ച്വലി 10,000 ക്രെഡിറ്റ് ലെഡ്ജർ റിവേഴ്സ് ചെയ്തിട്ടുള്ളൂ. ആനുവൽ റിട്ടേണിൽ കാണിക്കുന്നത് റിവേഴ്സൽ ആകില്ല ക്രെഡിറ്റ് ലെഡ്ജറിൽ. ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇമ്പാക്ട് ഉള്ളതിനാൽ 3B റിട്ടേണിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുവരെ നിങ്ങൾ റിവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? DRC03 എന്ന് പറഞ്ഞ ചെല്ലാൻ യൂസ് ചെയ്തിട്ട് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യും. സെക്കൻഡ് സിനാരിയോ, നിങ്ങൾ എടുത്തേക്കുന്ന ഇൻപുട്ട് പർച്ചേസ് രജിസ്റ്ററുമായിട്ട് കറക്റ്റ് ആണ്, നോ പ്രോബ്ലം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരുടെയൊക്കെ റിട്ടേൺ ആണ് കറക്റ്റായിട്ട് വരുന്നത്, ആ റിട്ടേണിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നോർമലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വ്യത്യാസങ്ങൾ വരും. ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദിസ് എക്സസൈസ്. അടുത്ത്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എടുത്തേക്കുന്ന എമൗണ്ട് കുറവാണ്, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തേക്കുന്നത് കുറവാണ്, എലിജിബിൾ ആണ്. നെക്സ്റ്റ് ഇയർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടേബിൾ 13 ഡിസ്ക്ലോസ് ചെയ്യണം. 13ാമത്തെ ടേബിൾ നോക്കുക. ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, സമയം കഴിഞ്ഞു. നിങ്ങൾക്കറിയാം സെക്ഷൻ 16 ഓഫ് CGST ആക്ട് അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇയറിലെ നവംബർ 30, അതായത് നവംബർ 30, 2023 ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ. അപ്പൊ നവംബർ 30 കഴിഞ്ഞുകൊണ്ട് ആ ITC ലാപ്സ് ആവും. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഇയറിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 8 എന്ന് പറയുന്ന ടേബിൾ ഉണ്ട് GSTR 9. അതിൽ C പോർഷൻ ഉണ്ടോ? വാട്ട് ഈസ് C പോർഷൻ? ഈ C പോർഷൻ പറയാണ് നിങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ നെക്സ്റ്റ് ഇയറിലെ സ്പെസിഫൈഡ് ഡേറ്റിനുള്ളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞ 30th നവംബറിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന എമൗണ്ട് നിർബന്ധമായിട്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നെക്സ്റ്റ് ഇയറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഈ എമൗണ്ട് നെക്സ്റ്റ് ഇയറിലെ 3Bയിലാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഇയറിലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം 2Aയിലെ ഇൻപുട്ടും 3Bയിലെ ഇൻപുട്ടുമായിട്ട് നോക്കുമ്പോൾ എക്സസ് എമൗണ്ട് 3B വരും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് വിൽ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് 3Bയിൽ കൂടുതൽ ഇൻപുട്ട് ടാക്സ് എടുത്തെടുത്തേക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് പറയാം സെക്ഷൻ 16 അനുസരിച്ച് നെക്സ്റ്റ് ഇയർ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. ആ സെയിം ഇൻഫർമേഷൻ നമ്മൾ GSTR 9 ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം 2 കോടിക്ക് താഴെയുള്ളവരും ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോ ഉണ്ടെങ്കിൽ ആ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഓർത്ത് ഒരു കുഴപ്പമില്ല. നാളെ ഒരു അസസ്മെന്റ് നടക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതോടൊപ്പം തന്നെ ടേബിൾ നമ്പർ 13ലും ഡിസ്ക്ലോസ് ചെയ്യണം. ടേബിൾ നമ്പർ 13 എന്നാ പറയുന്നത്? 10, 11, 12, 13 എന്ന് പറയുന്ന ടേബിൾ പറയുന്നു, പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഫോർ ദ ഫിനാൻഷ്യൽ ഡിക്ലെയർ ഇൻ ദ റിട്ടേൺ ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ടിൽ ദ സ്പെസിഫൈഡ് പീരിയഡ്. അതായത് 2022-23 ഡാറ്റയാണ്. പക്ഷെ ആ ഇൻഫർമേഷൻ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ സ്പെസിഫൈഡ് ചെയ്യുക, അതായത് 30th നവംബറിന് മുമ്പ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ടേബിൾസ് ആണ്. 4 ടേബിള് 10ഉം 11ഉം ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടാണ് വിൽ ഡിസ്കസ് ലേറ്റർ. 12ഉം 13ഉം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഈ കോളം മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി കൺഫ്യൂസിങ്. റിവേഴ്സൽ ഓഫ് എൻ ITC അവൈൽഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ. വാട്ട് ഇസ് ദാറ്റ്? റിവേഴ്സൽ ഓഫ് എൻ ITC അവൈൽഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ. വെരി സിമ്പിൾ. കറണ്ട് ഇയറിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹാസ് ടു ബി ഡിസ്ക്ലോസ് ഹിയർ. ഈ വേർഡിങ് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഹെഡിങ് ഇറ്റ്സ് വെരി ക്ലിയർ. 13ാമത്തെ കോളം ITC അവൈൽഡ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ. ഇപ്പൊ 2022-23 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ 23-24 പീരീഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 2 കാണിക്കാം. 8Cയിലും കാണിക്കാം, ടേബിൾ നമ്പർ 13ലും കാണിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടേബിൾ നമ്പർ 12ഉം 13ഉം മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. പക്ഷെ എങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് ഡിസ്ക്ലോസ് ചെയ്തേക്കുക. എന്തിനാണ് ചെറിയ പ്രശ്നങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്? ചെയ്തിട്ടില്ല, ഇറ്റ്സ് ഓക്കെ. കഴിഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.